കോൺഗ്രസിനെ പിടിച്ചുലച്ച കൂടോത്ര വിവാദം നിയമസഭയിൽ ഉന്നയിച്ച് ഭരണപക്ഷം പ്രതിപക്ഷത്തെ പരിഹസിച്ചും കുത്തിനോവിച്ചുമാണ് ഭരണപക്ഷ അംഗങ്ങൾ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ വിഷയം അവതരിപ്പിച്ചത്. ചിലർ മാത്രം ഇതൊക്കെ ചെയ്യുന്നുവെന്ന പ്രചാരണം ശരിയല്ലെന്ന പ്രതികരണവുമായി പ്രതിപക്ഷ നിരയിൽ നിന്ന് ടി സിദ്ദീഖ് പ്രതിരോധം തീർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ആലസ്യത്തിലായിരുന്ന ഭരണപക്ഷത്തിന് വീണുകിട്ടിയ ആയുധമാണ് കോൺഗ്രസിലെ കൂടോത്ര വിവാദം. ഈ സഭാ സമ്മേളനത്തിൽ മുഴുവൻ പ്രതിരോധത്തിലായിരുന്ന ഭരണപക്ഷം കൂടോത്രത്തിൽ പ്രതിപക്ഷത്തെ വരിഞ്ഞു മുറുക്കി. നിർഭാഗ്യവശാൽ പൊതുപ്രവർത്തകർക്കിടയിൽ ഇന്ന് ചർച്ചയായിട്ടുള്ള കൂടോത്ര വിവാദം പ്രബുദ്ധ കേരളത്തിന് തന്നെ നാണക്കേടാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കോൺഗ്രസ് എന്നാൽ കൂടോത്രം, കൂടോത്രം എന്നാൽ കോൺഗ്രസ് എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ വാഹനം കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടതിനെയും ഭരണപക്ഷം കൂടോത്രത്തിൽ കൂട്ടിക്കെട്ടി. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ വാഹനം കാസർഗോഡ് എവിടെയോ വെച്ച് അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്തയും വായിക്കാനിടയായി. ഞങ്ങളൊക്കെ ഭൗതികവാദികളും വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പഠിക്കുന്നവരൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരു കാരണവശാലും ഞങ്ങൾ ചേർത്ത് വായിക്കില്ല. പക്ഷേ ഇനി അങ്ങനെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാനും കഴിയില്ല എന്നുള്ളതാണ് ഈ സമീപ ദിവസങ്ങളിലെ 2 വാർത്തകളിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നു. സിനിമാ ഡയലോഗുകൾ കടമെടുത്തുള്ള പരിഹാസം വേറെയും. തേങ്ങയുടക്ക് സ്വാമി എന്ന് നെടുമുടി വേണുവിനോട് ജഗതി അലറിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് പോലെ ഒരു പക്ഷേ മിഥുനത്തിൻ്റെ 2ാം ഭാഗം സിനിമ ഇനി കേരളത്തിൽ ഇറങ്ങിയാൽ പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ആ സിനിമയിൽ അഭിനയിക്കാൻ ആവശ്യമായ ഒരു അവസരം ഈ ഒരു അവസരത്തിൽ ഉണ്ടാകുമെന്ന് ഈ സഭയുടെ മുമ്പാകെ പറയും. തങ്ങളെ പ്രതിരോധത്തിലാക്കാനുള്ള ഭരണപക്ഷത്തിന്റെ ഈ കൂടോത്രത്തെ മറികടക്കാനുള്ള ശ്രമം പ്രതിപക്ഷ നിരയിലും കണ്ടു. എലന്തൂർ നരബലി കേസിലെ പ്രതി ഭഗവത് സിംഗ് സജീവ CPM പ്രവർത്തകനായിരുന്നെന്ന് CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി PR പ്രദീപ്. ഈ കൂടോത്രമാണെങ്കിലും നരബലിയാണെങ്കിലും ഇത്തരം നിഗൂഢമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ആശാസ്യകരമല്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.